അങ്ങനെ തളപതി വിജയയുഗം അവസാനിക്കുകയാണ്. ഈ ഒരു മനുഷ്യനുള്ള ക്രേസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എനിക്കൊക്കെ പണ്ട് തമിഴ് സിനിമ പറ്റിയുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഇവരുടെ കുറേ ആക്ഷൻ കാണിക്കുക, ഡാൻസ് കാണിക്കുക, കുറച്ച് അതൊക്കെ അത്രേ ഉള്ളൂ, വെറുതെ കഥയൊന്നുമില്ല, അങ്ങനത്തെ സംഭവം. പക്ഷേ ആ സിനിമകൾക്കുള്ള ഒരു ഫീൽ ഉണ്ട്, അതിൻ്റെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ അതെനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കി തന്നത് വിജയാണ്. ഞാനൊക്കെ ഫസ്റ്റ് ടൈം തമിഴ് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് വിജയുടെയാണ്. ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് പടങ്ങളെ ഞാൻ തിയേറ്ററിൽ മിസ്സാക്കിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ മിക്ക പടങ്ങളും മൂപ്പരുടെ പോയി കാണാറുണ്ട്. അതിൻ്റെ ഒരു ഫീലിങ് ഇപ്പോൾ സിനിമയെല്ലാം ക്വാളിറ്റി വൈസ് എല്ലാം സൂപ്പറാണ് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഒരു ഏറ്റക്കുറച്ചുകളാണ്. പക്ഷേ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു, തിയേറ്ററിൽ നിന്ന് നമുക്ക് എന്ത് എനർജിയാണ് പുള്ളിയുടെ നിന്ന് കിട്ടേണ്ടത്, അതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. ഞാനൊക്കെ ഏകദേശം ഒരു ആ സമയം തൊട്ടൊക്കെയാണ് പുള്ളിയുടെ കൂടുതൽ ഞാൻ ആരായിച്ചു തുടങ്ങുന്നത്. അതിനൊക്കെ മുമ്പുള്ള പടങ്ങൾ ഞാൻ പിന്നീടാണ് കാണുന്നത്. ഈ ഷാജഹാൻ, സച്ചിൻ, തുള്ളാത്ത മനം തുള്ളും, അങ്ങനെ പുള്ളിയുടെ ഒരു ഫസ്റ്റത്തെ ഒരു വരവല്ലല്ലോ പിന്നീട് തന്നെ കുറേ റൊമാൻസും അങ്ങനത്തെ ഒരു ചുള്ളം പയ്യനായിട്ട് വന്നിട്ട് പതുക്കെ ആക്ഷനിലോട്ട് കയറി. പിന്നെ അതൊരു നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് പിന്നീട് പുള്ളി ചെയ്തിട്ടുള്ളത്. രക്ഷകൻ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു കോരിത്തരിപ്പിക്കുന്ന ഫീലിംഗ് നിന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ഫാനായിട്ട് നിൽക്കുന്ന കുറച്ച് നാളൊക്കെ എനിക്ക് ഭയങ്കര ഡള്ളായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് പോക്കിരിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈ കുരുവി, ആദി, അങ്ങനെ കുറേ പടങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഫ്ലോപ്പായപ്പോൾ നമുക്ക് നേരിട്ട ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക, ട്രോൾ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് സൂര്യ നന്നായിട്ട് കത്തിയിരിക്കുന്ന ടൈമാണ്. അപ്പോൾ സൂര്യയുടെ ഫാൻസ് നമ്മുടെ വിജയ് ഫാൻസ് നമ്മളെയൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് വിഷമിപ്പിച്ച് ഇതാക്കിയൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാവലൻ, തുപ്പാക്കി, വേലായുധം ആ ടൈം തൊട്ടൊക്കെ ആൾ പിക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ ശരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ സിനിമകൾ ഞാൻ പറഞ്ഞ പോലെ ഏറ്റക്കുറച്ചുകൾ പലപ്പോഴും വരുന്നുണ്ട് ക്വാളിറ്റി വൈസ്. തിയേറ്ററിൽ കിട്ടാനുള്ള സ്റ്റഫ് അത് പുള്ളി തന്നിട്ടേ പോകത്തുള്ളൂ. ഈവൻ എന്ത് നോക്കിയപ്പോൾ പുള്ളിയുടെ ഏത് പടങ്ങളുടെയും ബോക്സ് ഓഫീസ് കളക്ഷൻസ് നോക്കിയാൽ മതിയായിരിക്കും. അത് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ഒരു 200-300 crores ഉള്ള ബിസിനസ് നടത്തിയിട്ടാണ് പോകത്തുള്ളൂ. അതിൻ്റെ ഒരു ഗ്യാരണ്ടി എല്ലാ പ്രൊഡ്യൂസേഴ്സിനും പുള്ളി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഫാൻ ബേസാണ്. ഇപ്പോൾ ഞാനൊക്കെ ഫാനെന്ന് പറയുമ്പോഴും ഞാനൊക്കെ മറ്റ് ഫാൻസിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിശയിച്ചിട്ട് പോയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു പാലക്കാട്ടുകാരിയായിരുന്നു. പുള്ളിക്കാരിയൊക്കെ പണ്ട് തൊട്ട് പുള്ളിയുടെ അവരുടെ ഹസ്ബൻഡിൻ്റെ ഒപ്പമൊക്കെ പോയിട്ട് ഫസ്റ്റ് ഷോയൊക്കെ തിയേറ്ററിൽ പോയിട്ട് കാണുന്നൊരു ഫീലുണ്ട്. അത് ചിലപ്പോൾ പാലക്കാട് നിന്ന് കാണും, കുറച്ച് മാറിയിട്ട് കോയമ്പത്തൂർ പോയി കാണും. അവിടെയൊക്കെ ഉള്ള ഫാൻ ബേസിൻ്റെ ഇതാണ് പറയണത്. അതൊക്കെ ഭയങ്കര രസമാണ്, പറഞ്ഞറിയിച്ചിട്ടാണ് ആൾ. ഇന്നലെ ജനനായകൻ കാണുമ്പോഴും ഇത് തന്നെ 2 തവണയൊക്കെ പോയി കാണുന്നത്. ഇതൊക്കെയാണ് പുള്ളിയുടെ ഫാൻസിൻ്റെ ഒരു ക്രേസ് എന്നൊക്കെ പറയുന്നത്. പുള്ളിയുടെ ഒരു സ്റ്റോറി അങ്ങനെയാണ്. ഇപ്പോൾ ഒരിടയ്ക്ക് പുള്ളി പറഞ്ഞു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിരുന്നില്ല. ഇതുപോലത്തെ മുമ്പും പലരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമൽഹാസനാണ്, രജനീകാന്തൊക്കെ ഇങ്ങനെ പൊളിറ്റിക്സിലോട്ട് പോകും, ഇങ്ങോട്ട് വരില്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, കാരണം അവരൊന്നും അതിൽ ശോഭിച്ചിട്ടില്ല. പക്ഷേ ഈ ആളുടെ കാര്യം സത്യം പറഞ്ഞാൽ വ്യത്യസ്തമായിരുന്നു. ഇതൊരു പ്രോപ്പർ തിരക്കഥ തന്നെയായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും. പുള്ളിയുടെ ലാസ്റ്റത്തെ കുറേ സിനിമകളിലും പുള്ളി പറഞ്ഞതൊക്കെ പുള്ളിയുടെ പൊളിറ്റിക്സ് തന്നെയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് കൃത്യമായിട്ട് പ്ലാനിങ് കൂടി തന്നെയാണ് പുള്ളി പോയിട്ടുള്ളത്. ഇവൻ പുള്ളി അത് പ്രഖ്യാപിച്ചപ്പോൾ പോലും നമ്മൾ ആഗ്രഹിച്ച് അതൊന്നും വേണ്ട, പൊളിറ്റിക്സിൽ പോട്ടെ, ഓക്കെ ഒന്ന് നോക്കട്ടെ, ചിലപ്പോൾ കുറച്ച് സീറ്റുകൾ കിട്ടും, പാർട്ടി അങ്ങനെ മുന്നോട്ട് പോകുമായിരിക്കും, എന്നാൽ സിനിമയ്ക്ക് തിരിച്ചു വരാം, സിനിമ നന്നായിട്ട് ചെയ്ത് വീണ്ടും വരും എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതൊരു സ്വാർത്ഥ താല്പര്യം കൂടിയാണ് പുള്ളിനെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു ത്വരയുടെ ഇത് പറയണം. പക്ഷേ പുള്ളി കാണിച്ചത് അത് ചരിത്രമായിരുന്നു. കാരണം TVK എന്ന പാർട്ടി ഇന്ന് സംസ്ഥാനം റൂൾ ചെയ്യുന്നു. പുള്ളിയുടെ CM ആണ്, മുഖ്യമന്ത്രിയായിട്ട് പറയുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളൊരു ഫാൻസ് എന്ന രീതിക്ക് നമ്മൾ തുടങ്ങിയ കാര്യം പുള്ളി അതൊരു പാർട്ടിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നിലവിൽ നല്ല രീതിക്ക് ആ ഒരു പാർട്ടിയും ആ ഒരു ഭരണവും പോകുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. ഇനി ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ ഇതുവരെ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആണ്, കാരണം സിനിമയിലൊക്കെ പുള്ളി പറഞ്ഞതും ചെയ്തതും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എന്നും ഉണ്ട്. പുള്ളിയുടെ ഡേറ്റ്സുകൾ എന്നും കിട്ടാനും പുള്ളിനെ ആ രീതിയിൽ എന്നും കാണാൻ പറ്റട്ടെ എന്നുള്ള ഇതാണ്. എന്നാലും സിനിമ പുള്ളി വിട്ടു പോകുന്നതിൽ ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞില്ല, ആ ഒരു തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഓറ, ആ ബിഗ് സ്ക്രീനിൽ കിട്ടുന്ന ഒരു ഓറ, ഈ ഫാൻസൊക്കെ ആഘോഷിക്കുന്ന പാട്ടും ഡാൻസും, ഇനി റിലീസൊക്കെ ആയിട്ടുള്ള സിനിമകൾ മാത്രമേ നമുക്ക് ഇനി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആ ഫസ്റ്റ് ഷോ കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ്സൊക്കെ അത് ശരിക്കും മിസ്സാണ്. തമിഴ്നാട്ടിൽ വേറൊരു നടനും കിട്ടാത്തൊരു ഫാൻ ബേസും ഒരു അംഗീകാരമാണത്. പണ്ടോട്ട് രജനീകാന്തും കമൽഹാസനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, അവരൊക്കെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുമെങ്കിൽ പോലും
ഈ ആൾക്കുള്ള ഒരു ഇത് അവർക്കൊന്നും ഇല്ല. തമിഴ്നാട്ടിൽ ആന്ധ്രയിലാവട്ടെ കേരളത്തിലാവട്ടെ നമ്മൾ ദത്തുപുത്രൻ എന്നൊക്കെയാണ് പറയുന്നത്. ആ കൈൻഡ് ഓഫ് ഒരു സംഭവം അത് അവർക്കൊന്നും ഇല്ല. ഇനി ആർക്കെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിലൊക്കെ ഇത്രയധികം മറ്റേ വൻ റഷ്യൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഇപ്പോൾ ക്വാളിറ്റി സിനിമകൾക്ക് വരണം, ഓഫ് കോഴ്സ് വരണം. അതില്ലാണ്ട് ഒരു സ്റ്റാർ ബേസ് ആയിട്ട് അങ്ങനെ കൊണ്ടുവരാൻ വിജയ് കഴിഞ്ഞിട്ട് ആർക്ക് പറ്റുമെന്നുള്ളത് നമ്മൾ കാണണം. ചിലപ്പോൾ സൂര്യക്ക് പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ സൂര്യ കറുപ്പ് എന്ന സിനിമയിലൂടെ ഒരു നല്ലൊരു തിരിച്ചറിവ് കാണിച്ചു ബോക്സ് ഓഫീസിൽ. അതിന് നന്നായിട്ട് പിക്ക് ചെയ്ത് പോട്ടെ, ഒരു ടോളിവുഡിൻ്റെ ഒരു ലെവൽ താഴാൻ തന്നെ പോട്ടെ. പക്ഷേ വിജയുടെ ആ ഒരു സാധനം, വിജയുടെ ആ ഒരു ഓറ അത് ആർക്കും ഇനി നേടാൻ പറ്റില്ല എന്ന് തന്നെ ഫീൽ ചെയ്യുന്നത്. ഇനി പുള്ളിനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് വിഷമവും ആ ജനനായകൻ സിനിമയുടെ ലാസ്റ്റ് സീൻസ് ടൈലൻ്റ് ആയിട്ട് കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വിഷമം വരും. കാരണം അത്രയും പുള്ളീനെ ഇഷ്ടപ്പെടുന്നു, പുള്ളീനെ ഇനി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പുള്ളീനെ ഇനി ഇങ്ങനെ നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം തന്നെയാണ്. അത് ഞാനല്ല, ലോകത്തുള്ള എല്ലാ വിജയ് ഫാൻസും ആ വിഷമം നേടുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. എന്ത് പറ്റും.